അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മഹാസന്തോഷമുള്ള വാർത്ത, വലിയ സന്തോഷമുള്ള വാർത്ത. സമസ്ത സെൻട്രൽ കോൺഫറൻസിന്റെ ഭാഗമായി ചാരിറ്റികൾ, വളരെ പ്രധാനപ്പെട്ട ചാരിറ്റിയാണ്. ദേവർഷോല അബ്ദുസലാം മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പല തവണകളായി ആയിരക്കണക്കിന് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് 5 പവൻ സ്വർണ്ണാഭരണങ്ങൾ, ഭർത്താവിനുള്ള മഹറിന്റെ കാശ്, ഡ്രസ്സ് നൽകി വരുന്നു. ഇൻഷാ അള്ളാഹ് അടുത്ത 5-ാം തീയതി 850 കുട്ടികൾ വരുന്ന ഞായറാഴ്ച നവദമ്പതികളായി മാറുന്നതിന് ഭീമമായ സംഖ്യ, കോടികൾ ചെലവ് വരേണ്ടി വരുമെന്നറിയാമല്ലോ. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുമ്പോ ഇന്നലെ രാത്രി ഈ സമയത്ത് ഒരു ചലഞ്ച് പ്രഖ്യാപിച്ചു. ഒരു പെൺകുട്ടിയുടെ വിവാഹ ചെലവിലേക്ക് 1 രൂപ. 850 പെൺകുട്ടികൾ ചെലവഴിക്ക് വിവാഹിതരാകുന്നതിന് 880 ദമ്പതികൾക്ക് വേണ്ടി 850 രൂപ. അൽഹംദുലില്ലാ 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് അൽഹംദുലില്ലാ 1 കോടി രൂപ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അർഹമുർ റഹീമായ അല്ലാഹ് 12,000-ഓളം ആളുകൾ ആ ചലഞ്ച് ഏറ്റെടുത്തു. അവർക്കെല്ലാം നീ ദുനിയാവും ആഖിറവും നിറയെ നൽകണേ അല്ലാഹ്. അവരൊന്നും മക്കളെ നീ യതീമക്കളാക്കല്ല അല്ലാഹ്. അവരൊക്കെ മക്കൾക്ക് ദാഹത്തുള്ള കുടുംബജീവൻ നൽകണേ അല്ലാഹ്. ഈ നൽകുന്നതിന്റെ 100 ലാഭങ്ങൾ നീ നൽകണേ അല്ലാഹ്. അത് വളരെ ഭംഗിയായ ആ പാവപ്പെട്ട കല്യാണം നിശ്ചയിക്കുമ്പോൾ സ്വർണത്തിന് കുറഞ്ഞ വിലയാണ്, 10-50 രൂപയാണ്. ഇപ്പം 1 ലക്ഷത്തിന്റെ മേലെയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ പ്രസ്ഥാനം ഒന്നടങ്കം വിഷമിച്ചപ്പോഴാണ് അവസാനം പെട്ടെന്ന് ക്രൗഡിംഗ് ഫണ്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് 1 കോടി ഫണ്ട്, 1 കോടി രൂപ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതിന് സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. വളരെ ഭംഗിയായി നടത്താൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. എല്ലാ ഇസ്സത്തും നീ നൽകണേ അല്ലാഹ്. നീലഗിരിയുടെ ഹരിതവനപ്പരപ്പുകൾക്കിടയിൽ മഞ്ഞുപുതച്ച മലനിരകളെ സാക്ഷി നിർത്തി പടുത്തുയർത്തിയ പാടന്തര മർക്കസ് വെറുമൊരു മന്ദിരമല്ല. അത് സഹസ്രക്കണക്കിന് നിസ്സഹായരുടെ പ്രത്യാശകൾക്ക് ജീവൻ നൽകുന്ന ഒരു പുണ്യതീർത്ഥമാണ്. അറിവിന്റെ ആഴക്കടലിൽ നിന്ന് നന്മയുടെ മുത്തുകൾ പെറുക്കിയെടുക്കുന്ന വിദ്യാർത്ഥികൾക്കത് വിജ്ഞാനത്തിന്റെ മാലാഖയാകുമ്പോൾ, ജീവിതത്തിന്റെ കഠിന വഴികളിൽ ഇടറി വീണവർക്കത് പിടിച്ചു നിൽക്കാൻ നൽകുന്ന ഒരു അഭയത്തിന്റെ കൈത്താങ്ങാണ്. കണ്ണീരുപ്പ് കലർന്ന ജീവിതപാതയിൽ കിനാവുകൾ കരിഞ്ഞുപോയ ഒരു കൂട്ടം ജന്മങ്ങളുണ്ട്. ഇല്ലായ്മയുടെ തീച്ചുളയിൽ വെന്തുരുകുമ്പോഴും പ്രതീക്ഷയുടെ ഒരു തരി വെളിച്ചത്തിനായി കാത്തിരിക്കുന്ന പാവമനുഷ്യർ. ചുളിവീണ കവിളുകളിൽ ഉണങ്ങാത്ത കണ്ണീർപ്പാടുകളും നെഞ്ചിൽ തീരാത്ത ആധിയുമായി കഴിയുന്ന മാതാപിതാക്കൾ. അവരുടെ ദീനരോധനങ്ങൾക്ക് കാരുണ്യത്തിന്റെ കുളിർമഴയാവുകയാണ് പാടന്തര മർക്കസ്. കാലത്തിന്റെ ചുവരുകളിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തിയ ആ മംഗല്യ ചരിത്ര നിമിഷങ്ങൾ. 2014 മാർച്ച് 5 ബുധൻ, മർക്കസിന്റെ 20ാം വാർഷികാഘോഷത്തിന്റെ നിറവിൽ 114 യുവമിഥുനങ്ങൾക്ക് ആദ്യമായി മംഗല്യ പന്തലൊരുങ്ങി. 2015 ഏപ്രിൽ 27 തിങ്കൾ, ദേവർഷോല അബ്ദുസലാം മുസ്ലിയാരുടെ ദർസ് 20ാം വാർഷികത്തിന്റെ പുണ്യമായി 260 വധൂവരന്മാർ നവജീവിതത്തിലേക്ക് കാലെടുത്തു വച്ചു. 2017 ഫെബ്രുവരി 12 ഞായർ, SYS നീലഗിരി ജില്ലാ കമ്മിറ്റിയുടെ തണലിൽ 346 കുടുംബങ്ങൾക്ക് പ്രത്യാശയുടെ പൊൻപുലരി പിറന്നു. 2019 ഫെബ്രുവരി 27 വ്യാഴം, വീണ്ടും SYSന്റെ ആഭിമുഖ്യത്തിൽ 400 പേർ മർക്കസിന്റെ തിരുമുറ്റത്ത് വെച്ച് ജീവിത പങ്കാളികളായി. 2023 ഫെബ്രുവരി 26 ഞായർ, മർക്കസ് 30ാം വാർഷികത്തിന്റെ ചരിത്രമുഹൂർത്തത്തിൽ 800 പേർക്ക് വിവാഹമെന്ന മനോഹര സ്വപ്നം യാഥാർത്ഥ്യമായി. ദാരിദ്ര്യമെന്ന വൻമതിലിനുള്ളിൽ വിവാഹമെന്നത് വിദൂരമായ ഒരു നക്ഷത്രമായി മാത്രം കണ്ടിരുന്ന 10,000-കണക്കിന് പെൺമക്കൾ. രോഗവും കടബാധിതയും വിശപ്പും തല്ലിക്കെടുത്തിയ അവരുടെ സ്വപ്നങ്ങൾക്ക് മർക്കസ് വീണ്ടും വർണ്ണങ്ങൾ നൽകുന്നു. ഇരുളടഞ്ഞ മുറികളിലെ തേങ്ങലുകൾക്ക് വിരാമമിട്ടുകൊണ്ട് വിധിയുടെ കരുത്ത കയങ്ങളിൽ നിന്ന് അവരെ ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് കൈപിടിച്ച് കയറ്റുന്നു. ഇതൊരു സാധാരണ വിവാഹ മാമാങ്കമല്ല, മാനവികതയുടെ മഹാവിപ്ലവമാണ്. ജാതിമത ചിന്തകൾക്കപ്പുറം മനുഷ്യനെന്ന ഒറ്റ വികാരത്തിൽ പാടന്തര മർക്കസ് തീർത്ത സ്നേഹ സാമ്രാജ്യം. ജനറൽ സെക്രട്ടറി ദേവർഷോല അബ്ദുസലാം മുസ്ലിയാരുടെയും ആത്മാർത്ഥത നിറഞ്ഞ സഹപ്രവർത്തകരുടെയും വിയർപ്പും പ്രാർത്ഥനയുമാണ് ഇതിന്റെ അടിത്തറ. 5 മംഗല്യപ്പന്തലുകളിലായി 2000-ഓളം സുമനസ്സുകൾ ഒന്നായ ആ പുണ്യഭൂമിയിൽ 2026 ഏപ്രിൽ 5 ഞായറാഴ്ച വീണ്ടും ചരിത്രം പിറക്കുകയാണ്. സമസ്ത സെന്റിനറിയുടെ ഭാഗമായി SYSന്റെ ആഭിമുഖ്യത്തിൽ 880 നിർധന യുവതി യുവാക്കൾക്കായി പാടന്തര മർക്കസ് മംഗല്യത്തിന്റെ പൂന്തോപ്പൊരുക്കുന്നു. സാമ്പത്തിക മാന്ദ്യത്തിന്റെ കനലുകൾക്കിടയിലും പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ, അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയിൽ പടച്ചവന്റെ പ്രീതി തേടാൻ മർക്കസ് മുന്നിട്ടിറങ്ങുന്നു. വരൂ, നമുക്കും കണ്ണിയാക്കാം ആ പാവങ്ങളുടെ മംഗല്യക്കൊടി പാറിക്കാൻ, അവരുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിന് കവചമാക്കാൻ. ഈ പുണ്യകർമ്മത്തിൽ നമുക്കും പങ്കുചേരാം. ഈ വിവാഹത്തിന്റെ ഇത്രയും വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം
മുസ്ലിയാർ ദേവർഷോല, നീലഗിരി ഡിസ്ട്രിക്ട് ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും പാടന്തറ മർക്കസിൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ്. ആ ഡിസ്ട്രിക്ട് SYS കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. പരിചയപ്പെടുത്തിയിരുന്നു മാത്രം. വിവാഹമാണ് അവിടെ നടക്കുന്നത്. അതിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരും ഉണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്. അമ്പതോളം വിവാഹം നോൺ മുസ്ലിംസിലാണ്. നമ്മുടെ കേരളത്തിൽ അത്രയും വലിയ ആളുകളെ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഒരു സ്ത്രീ ആവശ്യപ്പെട്ട് വന്നാൽ ഭർത്താവ് അനുയോജ്യമായത് കിട്ടാൻ ഇല്ല നമ്മുടെ കേരളത്തിൽ. അത് കിട്ടാനുള്ള കാരണം ആണ് തമിഴ്നാടിൻ്റെ ഭാഗങ്ങൾ എന്നതുകൊണ്ടാണ് നമ്മൾ വ്യത്യാസമാകാൻ കാരണം. അഞ്ചാം തീയതി ലക്ഷം ആളുകൾക്കുള്ള സദ്യ കൊടുക്കുന്നുണ്ട്. ഈ 850 കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടാവും. സ്ഥാനബന്ധുക്കളും നാട്ടുകാരും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സമൂഹമാണ്. ദേശീയ തലത്തിൽ വലിയൊരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണിത് എന്നതാണ് അങ്ങനെ വിളിച്ചുകൂട്ടി പ്രത്യേകം പറയാനുള്ള കാരണം. ഇപ്പോൾ ബർത്ത് റേറ്റ് വളരെ കുറയുന്നു. സൗത്ത് ഇന്ത്യയിൽ 1.6 ആണ്, നോർത്ത് ഇന്ത്യയിൽ അത് 1.8 or 9 ആണ്. അപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ താഴോട്ട് പോകുന്നു. അത് ഭാവിയിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു. വൃദ്ധജനങ്ങൾ വർദ്ധിക്കുന്നു, യുവാക്കൾ കുറയുന്നു എന്നുള്ള ഇന്ന് പല രാഷ്ട്രങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഇന്ത്യയും കൂടെ വരുന്നു എന്നുള്ള സൂചനകളാണല്ലോ റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും വിവാഹ പ്രായം വൈകാനും വിവാഹം ഇല്ലാതെ പോകാനും ഒക്കെ കാരണമായി വരുന്നത് ദാരിദ്ര്യമാണ്. അതിനുള്ള സപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടാതിരിക്കുന്നതാണ്. ആ ഒരു വലിയ ഉദ്യമം ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥ ഇതിന് മുന്നിട്ടിറങ്ങുന്നതും. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി 2000-ലേറെ അത്തരം വിവാഹങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്തു. തമിഴ്നാട്, കർണാടക, കേരള ബോർഡർ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് വയനാടൻ ഗൂഡല്ലൂർ പ്രദേശം എന്ന് പറയുന്നത്. വിവിധ മതസ്ഥരിലായ ആളുകളുടെ വിവാഹങ്ങൾ അവരവരുടെ മതത്തിന്റെ ആചാരം അനുസരിച്ച് തന്നെ നടത്തുകയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാമ്പത്തിക സപ്പോർട്ടുകളും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സംരംഭത്തിലൂടെ പാടന്തറ മർക്കസും SYSഉം സമസ്തയുടെ സെന്റിനറിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ നാട്ടുകാരായ നിരവധി ആളുകളുടെ, വ്യവസായികളുടെയും മറ്റ് സാധാരണക്കാരുടെയൊക്കെ ചെറുതും വലുതുമായ സാമ്പത്തിക സപ്പോർട്ട് കൊണ്ടാണ് ഇത് നടക്കുന്നത്. വിദേശ ഫണ്ടല്ല. അതുകൊണ്ടാണ് FCR ഇവിടെ വിഷയീകരിക്കാത്തത്. FCR പാർലമെന്റിലെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് പൂർത്തിയാകുന്ന മുറക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അഭിപ്രായം പറയുന്നതാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അല്ലാഹു റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട്, ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് ശൈഖുന പ്രഖ്യാപിച്ച ഈ പാവങ്ങൾ, പടച്ചവനെ 850 പാവങ്ങളുടെ ജീവിതം ഒരു ബിൽഡിങ്ങിൻ്റെയോ മറ്റൊക്കെ ആണെങ്കിൽ നീട്ടിവെക്കാമായിരുന്നു. ഒരു പാവങ്ങൾ ജീവിതം പ്രതീക്ഷിച്ചിരിക്കുന്നവർ, അവർക്ക് വേണ്ടി ഇന്നലെ ശൈഖുന ഒരു ചലഞ്ച് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറായപ്പോഴേക്കും 1,11,000 അഥവാ 1,12,000 രൂപ, 13,000 ആളുകൾ അതിൽ പങ്കെടുത്തു. അല്ലാഹ് നീ കബൂലാക്കണേ റഹ്മാനേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹക്ക് കൊണ്ട് ആ ക്രൗഡ് ചലഞ്ചിൽ, വിവാഹത്തിൻ്റെ കല്യാണത്തിൻ്റെ ചലഞ്ചിൽ, ശൈഖുന പ്രഖ്യാപിച്ച ചലഞ്ചിൽ പങ്കെടുത്ത, അതിൽ സഹായിച്ച എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്.
അവിടെ കടങ്ങളെ നീ വീട്ടണേ അല്ലാ. നാട്ടിലും പ്രവാസ ലോകത്തുമുള്ള ജ്യേഷ്ഠാനുജന്മാർ, ഉമ്മബന്ധന്മാർ, അവർക്ക് സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അവിടെ വീടുകളെ ശൈത്താനിൻ്റെ ഷറുകളെ തൊട്ട് കാക്കണേ അല്ലാ. അവിടെ മനസ്സിലെ പ്രയാസങ്ങളെ നീ തട്ടി നീക്കണേ റഹ്മാനെ. ഈ ചലഞ്ചിൽ നാളെയും ഇന്നും നാളെയും മറ്റന്നാളുമായി പങ്കെടുക്കുന്ന 10,000-ങ്ങൾക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. അവർക്ക് സന്തോഷം നൽകണേ റഹ്മാനെ. മരിച്ചുപോയ ഖബറുകൾ നീ പ്രകാശിപ്പിക്കണേ.